പശ്ചിമ ബംഗാളിൽ മാറ്റത്തിന്റെ കാറ്റ് അതിശക്തമായി വീശി തുടങ്ങിയിരിക്കുന്നു. 15 വർഷം നീണ്ട തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ച് അധികാരത്തിലേറിയ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ബംഗാളിന്റെ ചരിത്രം തിരുത്തി എഴുതുകയാണ്. രാജ്യത്തെ ഒരുമിപ്പിക്കുന്ന ആ വമ്പൻ ബിൽ, അതായത് ഏകീകൃത സിവിൽ കോഡ്, ഒറ്റയടിക്ക് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് പശ്ചിമ ബംഗാൾ. ഇന്ന് ബംഗാൾ നിയമസഭയിൽ ഈ സുപ്രധാന ബിൽ അവതരിപ്പിക്കപ്പെടും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ തുടങ്ങിയ എല്ലാ പൗരന്മാർക്കും ജാതി മത വ്യത്യാസമില്ലാതെ ഒരേ നിയമം ഉറപ്പാക്കുന്നതാണ് ഏകീകൃത സിവിൽ കോഡ്. മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യക്തി നിയമങ്ങൾക്ക് പകരമായി എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന ഈ നീക്കം പതിറ്റാണ്ടുകളായി ബംഗാൾ കണ്ടുകൊണ്ടിരുന്ന ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിന്റെ അടിവേരിറക്കുന്നതാണ്. അധികാരമേറ്റെടുത്ത് വെറും 2 മാസത്തിനുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു തീരുമാനമെടുത്ത മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ചങ്കൂറ്റം ദേശസ്നേഹികൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ആസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടിക്രമങ്ങളിലൂടെയാണ് ബംഗാളിലും ഈ ബിൽ നടപ്പാക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നൽകിയ ആ സുപ്രധാന വാഗ്ദാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. എന്നാൽ ഇതിനെതിരെ പ്രതിഷേധം തുടങ്ങിയ പ്രതിപക്ഷത്തിന്റെ അവസ്ഥയോ തികച്ചും പരിഹാസ്യമാണ്. മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയും നിലവിലെ പ്രതിപക്ഷ നേതാവ് ഋതുപ്രത ബാനർജിയും നേതൃത്വം നൽകുന്ന 2 വിഭാഗങ്ങളായി പിളർന്ന തൃണമൂൽ കോൺഗ്രസ് നിയമസഭയ്ക്കുള്ളിൽ ഇപ്പോൾ പരസ്പരം പോരടിക്കുകയാണ്. അതിൽ മമതയാണെങ്കിൽ നിയമസഭയ്ക്കുള്ളിൽ പോലും അവർക്ക് പ്രവേശനമില്ല. കാരണം അവർ പാർട്ടിയിൽ നിന്നും പുറത്തായ ഒരു വ്യക്തിയാണ്. മത്സരിച്ച 2 സീറ്റിലും അവർ പരാജയപ്പെട്ടു. ബില്ലിനെതിരെയുള്ള മുഖ്യ ശബ്ദം തങ്ങളുടേതാണെന്ന് സ്ഥാപിക്കാൻ ഈ 2 വിഭാഗങ്ങളും തമ്മിൽ നടക്കുന്ന തമ്മിലടി കാണുമ്പോൾ പ്രതിഷേധിക്കാൻ വന്നവർ തമ്മിൽ തല്ലുന്ന രസകരമായിട്ടുള്ള കാഴ്ച കണ്ട് ചിരിക്കുകയാണ് ബംഗാളിലെ ജനങ്ങൾ. ഒരു രാജ്യം ഒരു നിയമം എന്ന മഹത്തായ ആശയത്തിലേക്ക് പശ്ചിമ ബംഗാൾ കൂടി കരുത്തോടെ ചുവടുവയ്ക്കുന്നത് ഭാരതത്തിന്റെ ദേശീയോദ്ഗ്രഥന ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. പ്രീണന രാഷ്ട്രീയത്തിനും വോട്ട് ബാങ്ക് താല്പര്യങ്ങൾക്കും ഇനി ബംഗാളിന്റെ മണ്ണിൽ സ്ഥാനമില്ലെന്നും എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്ന പുതിയൊരു യുഗത്തിനാണ് ഈ സർക്കാർ തുടക്കം കുറിക്കുന്നതെന്നും ഈ ഒറ്റ നീക്കത്തോടെ വ്യക്തമാകും. ശിഥിലമായ പ്രതിപക്ഷത്തിന്റെ അർത്ഥശൂന്യമായ ബഹളങ്ങളെ വകഞ്ഞുമാറ്റി വികസനത്തിന്റെയും തുല്യനീതിയുടെയും പുത്തൻ പ്രഭാതത്തിലേക്ക് ബംഗാൾ ഉണർന്നെഴുന്നേൽക്കുകയാണ്. മിസ്റ്റർ ടെസ്റ്റ് മലയാളം.